ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഷോപ്പിലാണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റുമേ ക്യാമറ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരള ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞിട്ട് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഹെൽമെറ്റ് വാങ്ങിച്ചു, ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്താണ് ഹെൽമെറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ക്യാമറ, അതായത് ഗോപ്രോ, ഇത് ഓൾറെഡി ഹീറോ 9 എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ മോഡ്, ഇത് വാങ്ങിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരുന്നു ഈ ഒരു കാര്യം, അതായത് ഗോപ്രോ നമ്മൾ എങ്ങനെ ഹെൽമെറ്റുമ്പോൾ മൗണ്ട് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് അധികം റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിൽ കുറേ ഇംഗ്ലീഷിലും കാര്യങ്ങളിലൊക്കെ കുറേ വീഡിയോസ് കണ്ടു, പക്ഷേ അതിലും ക്ലാരിഫൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിവരിച്ചുകൊണ്ട് ഒരാളും അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ട്രിപ്പ് ഉണ്ട്, ഒരു ഭാഗത്ത് കോവിഡ് ഉണ്ട്, ഒരു ഭാഗത്ത് ഒമിക്രോൺ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു എല്ലാം കെട്ടിറങ്ങിയതിന് ശേഷം വേണം പോകാൻ. ഫെബ്രുവരിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന 29-ാം തീയതി നമ്മളെ മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിനനുസരിച്ചിരിക്കും, കാലാവസ്ഥക്കനുസരിച്ചിരിക്കും നമ്മുടെ യാത്രയും കേട്ടോ. അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് നോക്കാം. നമുക്ക് നമ്മളെ ബൈക്ക് ഇവിടെ ഉണ്ട്, ആ ബൈക്ക് എടുത്തിട്ട് നേരെ നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും നമ്മൾ സ്റ്റിക്കർ വർക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കേരള ട്രിപ്പ് ആകുമ്പോൾ തന്നെ കേരളത്തിൻ്റെ തീം കൊടുക്കണം, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ അടിച്ചിട്ട് വണ്ടി കുട്ടപ്പനാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഇവിടെ 2-3 ദിവസമായി ഈ കടൻ്റെ ബാക്കിൽ നിർത്തിയിരിക്കുന്നു, നമ്മളെ ഷോപ്പിൻ്റെ ബാക്കിൽ തന്നെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ ഞങ്ങൾ ഇന്ന് കാറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഷോപ്പിൻ്റെ കാറ് കണ്ടില്ല നിങ്ങൾ, കാറൊക്കെ ഒരു ടയർ പഞ്ചറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റിന് വരുന്ന കോസ്റ്റ് ഇപ്പോൾ എനിക്ക് 1600 സംതിങ് ആയിട്ടുണ്ട് ഹെൽമെറ്റിന് വന്ന കോസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഈ ഒരു സാധനം തന്നെ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോർട്ടി ടൈപ്പാണ്. നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഇത് കൂടി വരുന്നുണ്ട്, ഗ്ലാസ്. ഞാൻ കാണിച്ചു തരാം. വേറൊരു പോലെ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഇതാ ഡബിൾ ഗ്ലാസ് വരുന്നുണ്ട്. അതേപോലെ ഇതാ ഇത് നമുക്ക് റിലീസ് ചെയ്യാനും പറ്റും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സാധനം തന്നെയാണ്. നല്ല ബ്രാൻഡഡ്, വെഗ എന്നുള്ള ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം മേടിച്ചു. അതേപോലെ തന്നെ ഈ ഗോപ്രോ ഹീറോ 9 ഈ ഒരു മീഡിയ മോഡ് മേടിച്ചു. ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത സമയത്ത്, അതായത് എങ്ങനെ നമുക്ക് ഗോപ്രോ കണക്ട് ചെയ്യാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഗോപ്രോ ഹീറോ 8 ആണ്. 8-ൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതുമേ കണക്ട് ചെയ്യാൻ പറ്റും. ഗോപ്രോ ഹീറോ 8-ൽ. പക്ഷേ 9-നെ സംബന്ധിച്ചിടത്തോളം അതിന് അഡീഷണൽ എക്സ്പെൻസ് കുറേ ഉണ്ട്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചെറിയൊരു കണക്ടർ പോലും ഞാൻ മേടിച്ചതാണ്. ഇതിൽ അത്യാവശ്യം പൈസ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് അത്യാവശ്യം പൈസ ഉണ്ട്. പിന്നെ മൈക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. ഈ ഒരു കാര്യങ്ങളാണ് ഗോപ്രോ സെറ്റപ്പിന് വാങ്ങിച്ചത്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഗോപ്രോ ഫിറ്റ് ചെയ്യാനുള്ളൊരു കാര്യം, ഈ ഒരു സ്ട്രാപ്പ് കണ്ടില്ല, ഇത് ഞാൻ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ടെന്നുള്ളൂ. ഇവിടെ കറക്റ്റ് ഇതാ ജെർക്ക് ചെയ്യാതെ നമ്മൾ ഓവർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ആടി കളിക്കാതെ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കറക്റ്റ് സെറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലിപ്പ് കിട്ടും, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ സിമ്പിളാണ്. പിന്നെ ഇതിനുള്ളിലൊരു അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്ററിന് അത്യാവശ്യം 4000 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. ഈ അഡാപ്റ്ററിൻ്റെ ഇതാണ് അഡാപ്റ്റർ. ഇത് ഞാനിതിൽ ഗമ്മ് ചെയ്ത് ഒട്ടിച്ച് വെച്ചാണ് ഈ ഒരു അഡാപ്റ്റർ. പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ, ഈ ഒരു പിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗണ്ട് വോയിസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി, മൈക്ക് ഇതവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കൂടി വയറിങ് മൊത്തം പോയിട്ടുണ്ട്. കണ്ടല്ലോ, ആ സൈഡിലൊക്കെ കണ്ടില്ല വയറ്. അങ്ങനെ നമ്മളൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ സൗണ്ടും ഒക്കെ ഇന്നലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഫൈനലാണ് ഇപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് കുറേ സെർച്ച് ചെയ്തു. ഈ ഗോപ്രോ ഹീറോ 9 നമുക്ക് എന്തൊക്കെ ഇത് വേണമെന്നുള്ളത്, അതായത് ഈ ഒരു ഹെൽമെറ്റും ഒരു മോട്ടോർ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഈ ഒരു മീഡിയ മോഡ് നിങ്ങൾ വാങ്ങണം. ഇതിന് ഏകദേശം ഒരു 400 സംതിങ് രൂപ ഇതിന് കാണും. ഇതിൽ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് വാങ്ങണം. ഇത് ആക്ഷൻ പ്രോ എന്നല്ല, അതിൽ ഏതൊക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ട ഇതൊക്കെ ഉണ്ട്. ഗോപ്രോ ഹീറോ 8-ന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ 9-ന് യൂസ് ചെയ്യാം. 9-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്ക്രീനില്ലേ, ഇത് നിങ്ങൾ മോട്ടോർ വ്ലോഗ് ചെയ്യുമ്പോൾ ഓഫാക്കിയിടണം കേട്ടോ, നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടില്ല, ഇതിലാണ് നമുക്ക് അഡാപ്റ്റർ വെക്കാനുള്ളത്. ഓക്കെ, അഡാപ്റ്റർ വെക്കാനുള്ളത്, അതായത് മൈക്കിൻ്റെ അഡാപ്റ്റർ. ഇത് നിർബന്ധമാണ്. വോയിസ് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ നിർബന്ധമാണ്. ഈ അഡാപ്റ്ററിന് 4000 രൂപേൻ്റെ അടുത്ത് കോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സാധനത്തിന് 299 അങ്ങനെ എങ്ങോട്ടും ഇതിനും കോസ്റ്റ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി വരണമെങ്കിൽ തന്നെ ഒരു എക്സ്പെൻസ് അത്യാവശ്യം ഉണ്ട് ഈ ഒരു ഗോപ്രോ ഹെൽമെറ്റുമ്മ ചെയ്ത് വെക്കാൻ. വിഷ്വൽസ് നല്ല ക്ലാരിറ്റി വേണം, അതുപോലെ തന്നെ സൗണ്ട് പക്ക ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ പിന്നെ പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് നോക്കണം, അതുപോലെ തന്നെ വിഷ്വൽസ് റോട്ടുമുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ പക്കയാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ബൈക്കൊന്ന് സ്റ്റിക്കർ ചെയ്യാൻ പോകാനുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ ചെയ്യാൻ പോകുമ്പോൾ അവിടുന്ന് പോണ വരെയുള്ള ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലൂടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കട്ടോ. അങ്ങനെ കേസ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ബൈക്ക് ബാക്ക് സൈഡിൽ വെച്ചിട്ട് റാഫിക ഇങ്ങോട്ട് വരില്ല. ആ ഓക്കെ, അപ്പോൾ റാഫിക്ക് നമ്മൾ എടുക്കാൻ വരും കേട്ടോ. ആയി ബ്രോ, ഞാൻ ബൈക്ക് സ്റ്റിക്കർ വർക്ക് കൊടുക്കുക ചെയ്യാണ്ട് അതിന് കുറച്ച് വർക്കുണ്ട്. അടിപൊളി. അപ്പോൾ എന്താ പറയുക, ബൈക്ക് ഈ ഭാഗത്താട്ടോ വെച്ചുള്ളത്. ഇതാണ് മക്കളെ നമ്മളെ ബൈക്ക്. ഇതാ കണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ചതാ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് ആണ് അടിച്ചത് കേട്ടോ, മാറ്റ് ബ്ലാക്ക് അടിച്ച്. ഇനി നമ്പർ പ്ലേറ്റ് വെക്കാണ്ട്, അതുപോലെ ടാങ്കൊക്കെ കണ്ടില്ല, മാറ്റ് ഫിനിഷാണ്. 2-3 ദിവസമായി ബൈക്ക് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരുപാടായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട്, പിന്നെ സമയം കിട്ടാത്ത കാരണമാണ് വേറെ പെയിൻ്റ് അടിക്കുക സ്റ്റിക്കർ വർക്ക് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറേ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ ചാവിയൊക്കെ പഴയ ചാവി. ഇനി ഇത് സ്റ്റാർട്ടാവുമെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു പറക്കുന്തലിക്കാണ് മക്കളെ, പറക്കുന്തലിക്കാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത വണ്ടിയാണ്. പക്ഷേ എനിക്ക് മുതലായി, അത്യാവശ്യം യൂസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഈ ഫോഗ് ലാമ്പ് ഞാൻ വെച്ചാട്ടോ, ഞാൻ കാണിച്ചു തരാൻ മറന്നു. ഇവിടെയൊക്കെ സ്റ്റിക്കർ വർക്ക് വരാണ്ട്. സ്റ്റിക്കർ ചെയ്യുമ്പോൾ ഇത് വേറെ ലെവലാവും ഗൈസ്. ഓക്കെ, റിസർവിൽ ഇത് എണ്ണ ഉണ്ടാവും. അന്ന് ഇവിടെ കൊടുന്ന് വെച്ചാണ്. ടയറൊന്നും വലിയ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഫ്രണ്ട് ടയർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് കിക്കർ അടിച്ചു നോക്കല്ല. ഓ പറഞ്ഞില്ല, കിട്ടുന്നില്ല. ഓ ഗൈസ്, കിക്കർ ഊരിപ്പോന്നു ഗൈസ്. എൻ്റെ പൊന്നാണ്, ഞാൻ കിക്കർ ഊരി പോന്നു. ഇതാണ് ഇത്രയും പഴകിയ വണ്ടിയാണ് ഗൈസ് കിക്കർ. എൻ്റെ മോനെ, ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വണ്ടിൻ്റെ അടുത്തൊരു ട്രിപ്പ് പോകാൻ പോകുന്നു പറഞ്ഞേ. കിക്കർ ഊരി പോന്നു ഗൈസ്. നോക്കാം, റിസർവിലിട്ടിട്ട് സ്റ്റാർട്ടാകുന്നില്ല. ഓ ഇപ്പോൾ അത് ശരിയാക്കേണ്ടി വരും, കുഴപ്പമില്ല. പക്ഷെ ഇതിട്ട് തന്നെ പോകണമെന്നുള്ള എൻ്റെ ഒരു വശം കേട്ടോ. കാരണം വേറൊരു വണ്ടി വേണ്ടല്ലോ, സൂപ്പർ ബൈക്കും കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മളെ വണ്ടീനാകുമ്പോൾ സെൽഫൊക്കെ എപ്പോഴും കണ്ടീഷനോ. ഓ ഇതെന്താ ഇത്? ഇതാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ്. ഇതാ ട്രാഫിക്കാണ് വരാമെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ 2-3 ദിവസം അല്ലെങ്കിൽ ഇന്നൊരു ദിവസം എന്തായാലും സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റാഫിക്കിന് പറഞ്ഞ് ഇന്നെ ഒന്ന് പിക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റാഫിക്കിനോട് വരാൻ പറഞ്ഞത്. തിരൂര് ഞാൻ അവൻ്റെ കയ്യിലാണ് സ്റ്റിക്കർ വർക്ക് കൊടുക്കാറുള്ളത് കേട്ടോ. നൗഫലെന്ന് പറയും, അവനാണ് നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളത്. അടിപൊളി തന്നെ ചെയ്തുതരും. വണ്ടി ഓടിക്കാൻ ഒരു കുഴപ്പമില്ല, നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ, ഒരു കുഴപ്പമില്ല. റണ്ണിങ് അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇതിന് മുമ്പ് ഈ ബൈക്കായിട്ട് പോകുന്ന സമയത്ത് വണ്ടി ഓഫായപ്പോൾ എന്താണ് എനിക്ക് കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്. അന്ന് ഞാനും ഇതിന് മുമ്പിൻ്റെ കസിനും ഉണ്ടായിരുന്നു, അവനും കൂടിയാണ് ഞങ്ങൾ പോയത്. ഇവിടെ എറണാകുളം പോയ സമയത്ത് ബൈക്ക് പണി കിട്ടി. അങ്ങനെ നേരെ വണ്ടി തള്ളിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യം കുറേ പഴക്കമുള്ളതുകൊണ്ട് തന്നെ, കാലപ്പഴക്കമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവം എന്നുള്ളതൊന്നും. പക്ഷേ അതിൽ ഓടിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്, അടിപൊളിയാണ്, ഫൈൻ. ബ്രേക്കും ഒക്കെയാണ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്.
ഞാൻ ഇതിന് മുമ്പ് മോട്ടോർ വ്ലോഗ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെലിവറി ചെയ്തത് ഞങ്ങൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഷോപ്പ് ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കിയ ടൈമിൽ അന്ന് ആളുകൾക്ക് ഷോപ്പിലേക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ഡെലിവറി ചെയ്ത് കൊടുത്തിരുന്നു. കൊണ്ടോട്ടി പോയിട്ടുണ്ട്, എറണാകുളം പോയിട്ടുണ്ട്. അതിന് വീഡിയോ ചെയ്തത് കൊണ്ടോട്ടി പോകുമ്പോഴും അതേപോലെ തന്നെ കാലിക്കറ്റ് ഇതേപോലെ ഡെലിവറി ചെയ്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മലപ്പുറം കൊണ്ട് കൊടുത്തൊക്കെ ഫോണിൻ്റെ അതിന് മുമ്പ് കുറേ മുമ്പത്തെ വീഡിയോസ് ഇട്ടോ. അന്നാണ് ഞാൻ ഈ മോട്ടോർ വ്ലോഗ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഹെൽമെറ്റിൽ അന്ന് ക്യാമറ ഒക്കെ കണക്ട് ചെയ്തതും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കണക്ട് ചെയ്തത് തന്നെ. ഞാനിപ്പോൾ പുതിയങ്ങാടി എത്തിയിട്ടുണ്ട്. പുതിയങ്ങാടി റോഡ് അത്യാവശ്യം റഷാണ്. ഓട്ടോറിക്ഷക്കാരൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടി ഏത് സൈഡാണെന്നില്ല, ഏത് സൈഡിൽ കൂടി കയറി പോകുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരെ പ്രത്യേകത അതാണല്ലോ, അവർക്ക് ഇന്ന സൈഡ് വേണമെന്നൊന്നുമില്ല, ഏത് സൈഡിൽ കൂടി വേണമെങ്കിൽ കയറി പോയിക്കോളും. ഇനിയിപ്പോൾ കോവിഡിൻ്റെ ഈ ഒരു സമയത്ത് എന്തായാലും ഈ യാത്രകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നതാണ്. കാരണം അതൊക്കെ ഇനി ഒതുങ്ങി കഴിഞ്ഞാലാണ് ഇനി നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ലോക്ക്ഡൗൺ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മറ്റുള്ള ജില്ലയിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ അത്യാവശ്യം കേസുകളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒതുക്കി കഴിഞ്ഞ് എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹം സാധിപ്പിക്കും, എന്തായാലും ആഗ്രഹം സാധിപ്പിക്കും. കാരണം നമ്മൾ ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എത്ര അറ്റം വരെ പോകണം. എന്നാണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഭാഗത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമ്മൾ വേണം പരാജയത്തിൽ നിന്ന് വേണം ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇതാണ് നമ്മളെ വിഷയം. ബൈക്ക് അടിപൊളിയാണ്, ബൈക്ക് വേറെ ലെവലാണ്, ഓടിക്കാൻ സിമ്പിളാണ്. പൾസറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത വണ്ടി ആയതാണ്. ഞാൻ അത്യാവശ്യം യൂസ് ആക്കിയിട്ടും നമുക്ക് ബോറിംഗ് ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ്. ഞാൻ ഏറ്റവും ലോങ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടേ പോയിട്ടുള്ളൂ. വയനാട് ഈ ബൈക്കൊന്നും അധികം യാത്ര ചെയ്യുന്ന ഇഷ്ടമില്ല. ഞാൻ അധികം എൻ്റെ പർപ്പസിന് യൂസ് ചെയ്യുന്നത് കാറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ബൈക്കൊന്നും അധികം യൂസ് ചെയ്യാറില്ല. എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം എന്താ പറയുക, അതായത് ഞാൻ ട്രാവൽ വിത്ത് ഐഫോൺ കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ജില്ലയിലെത്തണം. നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, നമ്മളിൽ പലരും എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഫോൺ എടുക്കാൻ പറ്റും, ഫോൺ എന്തായാലും എടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉയർച്ചയിൽ എത്തുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോവേഴ്സിന് എന്തായാലും ഉയർച്ചയിലെത്തിക്കും, അത് ഉറപ്പാണ്. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ ഇനി 5K ഫോളോവേഴ്സ് ആയാലും അതുപോലെ തന്നെ 100K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാലും നമ്മളെ ഫോളോവേഴ്സിനെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ട്രാവൽ വിത്ത് ഐഫോൺ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്കൊരു കിടിലം പ്രൈസായിട്ടാണ് അല്ലെങ്കിൽ കിടിലം സമ്മാനമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത് തിരൂർ താഴെപ്പാലം എന്ന സ്ഥലമാണ് കേട്ടോ. തിരൂർ താഴെപ്പാലം, അതായത് ഇവിടേക്ക് ഈ റോഡ് നോക്കുകയെന്നുണ്ടെങ്കിൽ മലപ്പുറം പോകാം, അതേപോലെ തിരൂർ പോകാം. നേരെ പോകണമെങ്കിൽ കോഴിക്കോട് പരപ്പനങ്ങാടി അങ്ങനെയും പോകട്ടെ. ഇങ്ങനെയും കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റും, നേരെയും പോകാൻ പറ്റും. രണ്ടും നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെയാണ് സ്റ്റിക്കർ വർക്കിന് കൊടുക്കാറുള്ളത്. സ്ട്രോബെറി തിരൂർ അത്യാവശ്യം ഇവൻ പോപ്പുലർ കേട്ടോ, നല്ല അടിപൊളി. തിരൂർ ലോഗോ ഒക്കെ സ്റ്റിക്കർ ചെയ്ത ഇവനാണ്. നൗഫലില്ല, അയ്യോ ഓൻ വന്നിന്നോ? ഓക്കെ, ഞാൻ വിളിച്ചോളാം. സ്റ്റിക്കർ അറിയാണോ വർക്ക്? ഓന് പുറത്ത് പോയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് വിളിച്ചു നോക്കണം നൗഫലിനെ. ആമത്തെ നല്ലടാ. നൗഫലുണ്ടാ? ഒന്നുമില്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ. അവിടെ എൻ്റെ ലോഗോ പെടുണ്ടോ? ജന്ന് എടുത്തൊക്കെ അങ്ങോട്ട്
സ്ട്രോബെറി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആണ് സ്റ്റിക്കർ വർക്ക് ചെയ്യാറുള്ളത്. ഇനി ഇതിന് നമ്പർ പ്ലേറ്റ് കൊടുക്കാണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ഇത് ഇവിടെ എന്തായാലും ഒരു ദിവസം വണ്ടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. വണ്ടി പക്ക സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇനി പുറത്തിറക്കുള്ളൂ. പിന്നെ അതേപോലെ ഇതൊക്കെ ചെറിയ ഒരു ഇത് ആട്ടം കണ്ടില്ല, ഇതൊക്കെ റെഡി ആക്കണം. ഇനി കുറേ ഉണ്ട് കാര്യങ്ങളുണ്ട്. ഇതെടുത്ത് വെളിയിൽ കളയണം, എന്നിട്ട് പുതിയ സാധനം വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾ ഇവിടെ വണ്ടി ഇട്ടതിന് ശേഷം ഇനി പോവുകയാണ്. നമ്മളെ വണ്ടി നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ട്രാഫിക് ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ തുറക്കണം. ഓക്കെ പോല ശരി. ഓക്കെ അപ്പം ഇനിയിപ്പോൾ എന്തായാലും 2-3-4 ദിവസം എന്തായാലും എടുക്കും വണ്ടി ആ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ വേറെ ലെവലല്ലേ, ചെയ്ത് കഴിഞ്ഞിട്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതാണ്, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രോബെറി എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് ഓഫിൽ, അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും 2-3 ദിവസം കഴിഞ്ഞാൽ വണ്ടി റെഡിയാവും. ഞാൻ ഇൻഷാ അല്ലാ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ട്രിപ്പ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയാണ് വിഷ്വൽസ് എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.